എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പിള്ളേരെ പറ്റിക്കാനായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട്, എന്നാൽ അടിപൊളിയാണ് താനും, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ വലിയ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര വിദഗ്ധയൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്നതായ രീതിക്ക് ഞാൻ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാവേ. കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാവേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അതിനുശേഷം ഇനി നമുക്കൊരു 1/4 കപ്പ് നമ്മുടെ റിഫൈൻഡ് ഓയിൽ, കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്ക് ചേർക്കാം. ഞാൻ ഒഴിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ഒഴിച്ച് ഇനി നല്ലപോലെ ഒന്നുകൂടി ഒന്ന് അടിച്ച് പതപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഒരു അരിപ്പയ്ക്കകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ എടുത്തേക്കുന്ന ഒരു 1.5 കപ്പ്, ഞാൻ ആ പഞ്ചസാര എടുത്ത കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തെള്ളി എടുക്കുക എന്നൊക്കെ പറയല്ലേ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ആ പാത്രത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ഒരു 2 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ തെള്ളി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ കൂട്ട് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മളത് തെള്ളുമ്പോൾ നമ്മൾ ചേർക്കണം. ഈ മിക്സ് ചെയ്യുന്നതിനകത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2-3 സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ കേക്ക് ട്രേക്കകത്ത് ബട്ടർ പേപ്പറോ വെച്ച് അതിനകത്തൊരു ഇച്ചിരി ഓയിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഓവനകത്ത് വെച്ചാണ് എടുക്കുന്നത്. ഞാൻ വെച്ചേക്കുന്നത് 200 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒത്തിരി വലിയ കേക്കൊന്നുമില്ല, ചെറിയ കേക്കാണ്. അതുകൊണ്ട് കറക്റ്റ് എനിക്ക് 25 മിനിറ്റ് ആയപ്പോഴത്തേക്ക് റെഡിയായി കിട്ടി. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ഇട്ട് നല്ല പഞ്ഞി പോലത്തെ കേക്കായിരുന്നു. ഇനി നമുക്ക് അതൊന്ന് അതിൻ്റെ മേളുമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്ക് നമ്മൾ ഇച്ചിരി ക്രീമൊക്കെ വെച്ച് പിള്ളേർക്ക് പറ്റിക്കാനാണല്ലോ, അപ്പോൾ ഇച്ചിരി ക്രീമൊക്കെ വെച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ആ കേക്കൊന്ന് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കണം. അതിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് പാനിയായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം, ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ വലിയ കേക്ക് വിദഗ്ധയൊന്നുമല്ല, നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് അത് ഇവന്മാരെവിടെയോ കൊണ്ട് കളഞ്ഞതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് വെച്ച് അതിനകത്തോട്ട് ആദ്യത്തെ കേക്ക് വെച്ച് അതിനകത്തേക്ക് പഞ്ചസാരപ്പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം വീണ്ടും ക്രീം വെച്ച് അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ പഞ്ചസാരപ്പാനി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ടൊന്നുകൂടെയൊക്കെ ഒന്ന് തേച്ച് ഒന്നൊരു ഗ്ലേസിംഗ് ഒക്കെ വരുത്തി നല്ല ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഒരു ഡ്രോപ്സ് നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു കളറുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി അത് എനിക്കറിയാവുന്ന രീതിക്ക് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തു. അപ്പോൾ മൊത്തത്തിലൊരു ആനച്ചന്തത്തിൽ നമ്മുടെ കേക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിള്ളേരെ പറ്റിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ നിസ്സാരം പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.